സികാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സികാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായം എത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരോടൊപ്പം അവരുടെ വികാരിയായ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചുവീട്ടിലച്ഛനും എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനും മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് തുടർച്ചയെന്നോണം 10 പ്രമാണങ്ങളെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സിസ്റ്ററിൻ്റെതാണ്. സിസ്റ്ററിന്റെ പേരെന്താണ്? സിസ്റ്റർ ക്ലാരിസ്. ഓക്കെ, സിസ്റ്ററിന്റെ ചോദ്യം ഒന്ന് ചോദിക്കൂ. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. ഔദ്യോഗിക രഹസ്യങ്ങൾ സൂക്ഷിക്കണം എന്നാണല്ലോ. സത്യം അറിയാൻ ആവശ്യപ്പെടുന്ന പക്ഷം സത്യം വെളിപ്പെടുത്തുന്നത് ശരിയോ തെറ്റോ? ഔദ്യോഗിക രഹസ്യങ്ങൾ സൂക്ഷിക്കപ്പെടണം, അതിനകത്ത് സംശയമില്ല. ആ ഔദ്യോഗിക രഹസ്യങ്ങൾ ആർക്കാണ് അറിയേണ്ടത്? അറിയാൻ ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക്. യെസ്, അത് അറിയാൻ ആവശ്യപ്പെടാൻ അർഹതയുള്ളവരാണ് ആവശ്യപ്പെട്ടത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുറ്റാന്വേഷണത്തിൽ വെളിപ്പെട്ട ഒരു രഹസ്യം, അത് നാട് മുഴുവനും അദ്ദേഹം പത്രക്കാർ ചോദിച്ചാൽ അയാൾ അത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അന്വേഷണത്തിലാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഒഴിഞ്ഞു മാറുന്നതാണ്. അതേസമയം അവരുടെ അന്വേഷണ ടീം, അതിൻ്റെ മേലുദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? അവിടെ അത് വെളിപ്പെടുത്തണം. അവരുടെ അന്വേഷണത്തിനിടയിൽ കണ്ടെത്തിയ രഹസ്യം അതിനു മുമ്പേ എല്ലാവരോടും വിളിച്ചു പറഞ്ഞാൽ ആ പ്രതികൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയെന്നിരിക്കും. അവിടെ എല്ലാവരോടും സത്യം പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പട്ടാളക്കാർ മിലിറ്ററി ഇൻ്റലിജൻസിലൂടെ കിട്ടുന്ന വിവരങ്ങളുണ്ട്. അത് നാട്ടിലെല്ലാവരോടും വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഭാര്യ ചോദിച്ചാലും പറയണ്ട. പട്ടാളക്കാരനെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് ഇന്നും വല്ല രഹസ്യം കിട്ടിയോന്നേ എന്ന് ചോദിച്ചാൽ പട്ടാളക്കാരൻ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതറിയേണ്ട കാര്യം അവക്കുമില്ല. അതായത് അറിയേണ്ടത് ആർക്കാണ്? അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർക്കാണ്. അവർ ചോദിച്ചാൽ മാത്രം അത് വെളിപ്പെടുത്തിയാൽ മതി. ഔദ്യോഗിക രഹസ്യങ്ങൾ ഉദ്യോഗസ്ഥവശ അറിയാൻ ഉത്തരവാദപ്പെട്ടവരോട് മാത്രമേ അത് വെളിപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാതെ വെളിപ്പെടുത്തുന്നത് തെറ്റാണ്. കാരണം എന്താണ്? അല്ലാതെ ആർക്കും അത് അറിയേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാവുന്നു? നമ്മളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പോകുന്നത്? അത് നമ്മുടെ ഒരു കൗതുകം കൊണ്ടോ ആകാംക്ഷ കൊണ്ടോ നമ്മളിങ്ങനെ ഓരോന്ന് ചോദിച്ചെന്നിരിക്കും. അങ്ങനെ ചോദിച്ചത് വെളിപ്പെടുത്താൻ പാടില്ല എന്നതാണ് സഭയുടെ നിയമം. അങ്ങനെ ഇപ്പോൾ ഒരാളെ മെത്രാനായി തിരഞ്ഞെടുക്കുകയാണ്. അത് പരിശുദ്ധ മാർപ്പാപ്പ വെളിപ്പെടുത്തുന്ന ആ സമയം വരെയും അത് വെളിപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തോട് പലരും ചോദിച്ചെന്നിരിക്കും, ആകുമോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയാൻ പാടില്ല. അത് പൊന്തിഫിക്കൽ സീക്രട്ടാണ്. ഉദ്യോഗസ്ഥവശാൽ അത് വെളിപ്പെടുത്താൻ അവകാശമുള്ളത് ആർക്കേ ഉള്ളൂ? പരിശുദ്ധ മാർപ്പാപ്പായുടെ കൽപ്പനയിലൂടെ അത് വെളിപ്പെടാൻ പാടുള്ളൂ. അതിനു മുമ്പ് ആരും അത് വെളിപ്പെടുത്തരുത്. ഇങ്ങനെ എല്ലാ മേഖലകളിലും അതിൻ്റേതായ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില രഹസ്യങ്ങളുണ്ടാവും, ഇല്ലേ? അയലോകത്തെ ചേട്ടത്തി വന്നത് ചോദിച്ചാൽ വെളിപ്പെടുത്തണോ? ചേട്ടത്തിക്ക് തന്നെ ഇത് അറിയേണ്ട കാര്യം? ചേട്ടത്തിയുടെ ചേട്ടൻ്റെ കാര്യം അറിഞ്ഞാൽ മതി, അല്ലേ? ഈ ചേട്ടൻ്റെ കാര്യം അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഔദ്യോഗിക രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥവശാലുള്ള രഹസ്യങ്ങളാകാം. അതല്ല എങ്കിൽ നമ്മുടെ ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളാകാം. അത് അറിയേണ്ട ആളുകൾ മാത്രം അറിഞ്ഞാൽ മതി. ആ രഹസ്യങ്ങളെ രഹസ്യങ്ങളായി തന്നെ നമ്മൾ കരുതുകയും മാനിക്കുകയും വേണം. അടുത്ത ചോദ്യം ആരാണ്? ഞാനാണ്. ഓക്കെ, സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് ബിനു. ഓക്കെ, സാറിന്റെ ചോദ്യം. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. സത്യം തിരിച്ചറിയാനുള്ള എൻ്റെ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യെസ്,
അത് വളരെ വിശാലമായൊരു ചോദ്യമാണ് സാർ ചോദിച്ചത്. സത്യം തിരിച്ചറിയാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. അത് സത്യം അറിയാൻ എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഈ ഭൂമിയിലെ എല്ലാ സത്യങ്ങളും എനിക്ക് അറിയേണ്ട കാര്യമില്ല, ഇല്ലേ? പാകിസ്ഥാനെതിരായി യുദ്ധമുണ്ടായാൽ ഇന്ത്യ എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല, അല്ലേ? അത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരോ മാത്രം അറിയേണ്ട കാര്യങ്ങളാണ്. അത് ആ സത്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ഞാൻ വാശി പിടിക്കേണ്ട കാര്യമില്ല. അതേസമയം ഞാൻ അറിഞ്ഞിരിക്കേണ്ട എൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എനിക്ക് നിഷേധിക്കപ്പെട്ടാൽ എനിക്കത് ചോദ്യം ചെയ്യാം. ഉദാഹരണമായിട്ട് സത്യം കണ്ടെത്താൻ ഇപ്പോൾ പല വഴികളും നിയമവശ നിലവിലുണ്ട്. വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇന്ന കാര്യത്തിൽ നിങ്ങളൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയി, ആ ഇൻ്റർവ്യൂവിന് നിങ്ങൾ അവഗണിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, എന്നെ എന്തുകൊണ്ട് അവഗണിച്ചു, മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ജോലി കൊടുത്തു, അവർക്ക് കിട്ടിയ മാർക്കുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാം. അത് സത്യമറിയാനുള്ള നിങ്ങളുടെ അവകാശത്തെ സർക്കാർ അംഗീകരിച്ചു തരുന്നതാണ്. അത് ഭരണഘടനാപരമായ അവകാശമായി ഇവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അറിയാനുള്ള സത്യം എൻ്റെ അവകാശമാണോ അല്ലയോ എന്ന് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ ആ അവകാശത്തിന് വേണ്ടി പരിശ്രമിക്കാൻ പറ്റൂ. വീണ്ടും നമ്മൾക്ക് അവകാശങ്ങൾ ഇങ്ങനെ നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ടെങ്കിൽ അതിന് കോടതിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ സത്യം നിങ്ങളിൽ നിന്ന് മറയ്ക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ആ സാഹചര്യം കോടതി മുഖാന്തരം നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മാനുഷികമായ നിലയിൽ ഏതെല്ലാം വഴികൾ നമ്മുടെ കൂട്ടുകാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സത്യം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കാം. നാട്ടിലുള്ള എല്ലാവരുടെയും സഹായം നമുക്കതിനു വേണ്ടി തേടാം. ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളുടെയും സഹായത്തോടെ സത്യം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കാം. സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്താം. ഇതൊക്കെയും നമ്മൾ ഒരു സത്യം നമ്മളിൽ നിന്ന് ശരിയാമിതം മറയ്ക്കപ്പെട്ടു എന്ന് ബോധ്യമായെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത് തികച്ചും അനുവദനീയമാണ്. അതിനകത്ത് അത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണെന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? സീന ടീച്ചറുടെ ചോദ്യം. പിതാവേ, എന്നോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അതെനിക്ക് വിശ്വാസത്തിലെടുക്കേണ്ടി വന്നു. അത് കള്ളമാണോ സത്യമാണോ എന്നറിയാൻ എനിക്ക് യാതൊരു വഴിയുമില്ല. അന്ന് ഞാൻ വിശ്വാസത്തിലെടുത്തത് 8-ാം പ്രമാണത്തിന് എതിരായിരിക്കുമോ? യെസ്, ടീച്ചറിൻ്റെ ചോദ്യം വളരെ നിഗൂഢമായൊരു ചോദ്യമായിരുന്നു, അല്ലേ? അതായത് നമ്മളൊരു കാര്യം കേട്ടു, അത് സത്യമാണോ എന്നറിയാൻ വഴിയില്ല, അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ 8-ാം പ്രമാണം ലംഘിക്കുകയാണോ എന്നാണ് ചോദ്യം. യെസ്, ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കൃത്യമായി എന്ത് കാര്യമാണ് ടീച്ചർ കേട്ടത്, എന്ത് കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നൊക്കെ അറിഞ്ഞെങ്കിലേ അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ അതങ്ങനെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ചായിരിക്കും ടീച്ചർ ചോദിക്കുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ അതേക്കുറിച്ച് വളരെ പൊതുവായ ഒരു മറുപടി പറയാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ കേട്ട കാര്യം സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ, അതല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിയെടുക്കാൻ വഴികളില്ല എന്ന് വിചാരിക്കുക. വഴികളില്ല എങ്കിൽ ആ കാര്യം സത്യമാണ് എന്ന മട്ടിൽ നമ്മൾ ആരോടും പറയാതിരിക്കും. അതാണ് ഒന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഉദാഹരണമായിട്ട് ടീച്ചറിനോട് വേറൊരു ടീച്ചർ വന്ന് പറഞ്ഞു, ഇതേ ഇന്ന സ്ത്രീയെക്കുറിച്ച് ഒരു മോശം കാര്യം കേൾക്കുന്നുണ്ട്, മിക്കവാറും അവൾ അങ്ങനെ ചെയ്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ആൾ പണ്ടേ തരികടയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കും. ആ കാര്യം സത്യമാണോ, യഥാർത്ഥത്തിൽ ആ മൂന്നാമത്തെ വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്ത ആളാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ടീച്ചറിന് അത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നുമില്ല. അത് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് നടന്നാൽ അത് അതിനേക്കാളും പ്രശ്നമാകും.
നിങ്ങൾക്കറിയാവോ ഇങ്ങനൊരു കാര്യം അവളെക്കുറിച്ച് കേട്ടോ, നേരാണോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്നാൽ അതും ഒരു പരദൂഷണമായി തീരും, ഇല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കേട്ട കാര്യം അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾ 8-ാം പ്രമാണം ലംഘിക്കുന്നില്ല. അതായത് കേട്ട കാര്യം സത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ കൈവശം വഴികളൊന്നുമില്ലാതിരിക്കുമ്പോൾ ആ കേട്ട കാര്യത്തെ കേട്ടതായി മാത്രം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനോ അതല്ല എങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ ആ വ്യക്തിയെ നോക്കിക്കാണാനോ അതല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനോ തുനിയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് തെറ്റാകുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താതെ തന്നെ ആ കേട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അതുവഴി മറ്റൊരാളുടെ സൽപ്പേര് തകർക്കുകയും ആ വ്യക്തിക്ക് സമൂഹത്തിൽ ജീവിക്കാൻ മേലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ടീച്ചർ ഈ പറഞ്ഞ കാര്യം ഒരുപക്ഷെ സംസാരത്തെക്കാളും ഉപരിയായി സംഭവിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു നുണ എഴുതി വിടും. ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല സോഷ്യൽ മീഡിയയിൽ എഴുതാൻ വേണ്ടി. ഒരിക്കൽ ഒരു ഉദ്യോഗസ്ഥനൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് സാഹിത്യകാരന്മാർ ആണ് അവിടെ എഴുതുന്നതെന്ന് പറഞ്ഞു. പണ്ട് നമ്മൾ ട്രെയിനിൽ ഒക്കെ പബ്ലിക് ടോയ്ലറ്റുകളിലൊക്കെ പോയാൽ അവൻ്റെ ഭിത്തിയിൽ ചുമ്മാ അശ്ലീലം എഴുതി വയ്ക്കുന്ന വെറും തറ എഴുതുന്ന മനുഷ്യരുണ്ട്. സമാനമായ ഒരു സാഹിത്യ ശൈലിയാണ് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ചിലരെങ്കിലും അവതരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു കളക്ടർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് തോന്നി അതിൽ കുറേ സത്യമുണ്ട്. അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ഈ സ്വച്ഛ ഭാരതൊക്കെ വന്ന് ഇതെല്ലാം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയതോടുകൂടി ഇവർക്ക് എഴുതാനിടയിൽ, അപ്പോൾ എഴുതാനുള്ള ഇട എവിടെയേ ഉള്ളൂ. ഇനിയിപ്പം ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും കയറി എഴുത്ത് തുടങ്ങി. തങ്ങൾ എഴുതുന്നത് എത്രമേൽ ഗുരുതരമായ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നുപോലും വിവേചിച്ചറിയാതെ അത് മറ്റുള്ളവരുടെ സൽപ്പേരിനും ജീവിതത്തിനും ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എത്ര ഭയാനകമാണ് എന്നറിയാതെ രണ്ടുപേർ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണത്തിൽ ചിലപ്പോൾ പാളിച്ച വന്നാൽ അല്ലെങ്കിൽ ഒരു തെറ്റായ വാക്കുപയോഗിച്ചാൽ അത് അവർ തമ്മിൽ മാത്രം അറിയുന്ന കാര്യമാണ്. അവർ തമ്മിൽ പിന്നെ പറഞ്ഞാൽ അത് തിരുത്താം. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തികൾക്കുണ്ടാക്കുന്ന ദുരന്തം, അപമാനം എത്ര ഭയാനകം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ടീച്ചറിൻ്റെ ഈ ചോദ്യം ഒരുപക്ഷെ വ്യക്തിപരമായ സംഭാഷണങ്ങളെക്കാൾ ഉപരിയായി സാമൂഹിക മാധ്യമങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്നതെല്ലാം ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതാണ് ഇന്നത്തെ രീതി, അല്ലേ? ഉള്ള സർവ്വ ഗ്രൂപ്പിലേക്ക് ഒറ്റ ക്ലിക്കിനങ്ങ് സർവർക്കും ഫോർവേഡ് ചെയ്യും. എൻ്റെ ആവശ്യം എന്താണ്? നമ്മളെന്തിനാണ് ഈ അസത്യം പ്രചരിപ്പിക്കുന്നവരാകുക? സത്യമാണോ അല്ലയോ എന്ന് ഈ കിട്ടുന്ന പല വാർത്തകളെയും കുറിച്ച് അറിയാൻ നമ്മുടെ കൈവശം ഒരു വഴിയുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇങ്ങനെ കിട്ടിയോ, അതവിടെ ഇരുന്നോട്ട്. അത് നാട് മുഴുവൻ പ്രചരിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല, ഇല്ലേ? സ്വന്തമായി ആകാശവാണി നിലയം നമ്മളെന്തിനാണ് തുടങ്ങുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദയിലേക്ക് കൂടി ടീച്ചറുടെ ചോദ്യം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് എന്നോർക്കുക. മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്ന വസ്തുതകൾ സത്യമാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടുത്താതെ അതിൽ പങ്കാളികളാകുമ്പോൾ അവർ ചെയ്ത അതേ തെറ്റ് തന്നെയാണ് നമ്മളും ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർത്താൽ മതി. തന്നെ വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? നിസി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, നമ്മൾ സുഹൃതം അഭ്യസിക്കണമെന്ന് പഠിപ്പിക്കുന്നു. എന്താണ് സുഹൃതം? എന്തിനു വേണ്ടിയാണ് ഇത് അഭ്യസിക്കുന്നത്? ഓക്കെ, സുഹൃതം അഭ്യസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം സ്വർഗത്തിൽ പോകാൻ വേണ്ടി, അല്ലേ? സുഹൃതം അഭ്യസിക്കുന്നത് എന്തിനാണ്? സ്വർഗത്തിൽ പോകാൻ വേണ്ടി. 2, മനുഷ്യൻ്റെയും തല്ലുകൊള്ളാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി. സുഹൃതങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആരുടെയും തല്ലുകൊള്ളാതെ നമുക്ക് നിറയെ ജീവിക്കാൻ പറ്റും, അല്ലേ? നമ്മുടെ ഭൗമിക ജീവിതം സുഗമമാക്കുന്നതിന് ധാർമ്മികതയ്ക്ക് ഭൗമികവും സ്വർഗീയവുമായ മാനങ്ങളുണ്ട്.
ഒന്ന്, ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ ജീവിതം ദുഷ്കരമാക്കാതിരിക്കാൻ നമ്മുടെ തന്നെ ജീവിതം ആയാസരഹിതമാക്കാൻ ഉള്ള വഴിയാണ് ഈ ധാർമ്മിക മൂല്യങ്ങൾ അഥവാ പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കുക എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ഉന്നതമായൊരു തലമുണ്ട്. ഏതാണ്? സ്വർഗത്തിൽ പോവുക. ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. അതാണ് ഈ രണ്ട് അർത്ഥങ്ങളെ പ്രതിയാണ് നമ്മൾ പുണ്യം, സുഹൃതങ്ങൾ അഭ്യസിക്കുന്നത് എന്നോർത്താണ്. അടുത്ത ചോദ്യം. ഓക്കെ, സാറിൻ്റെ പേരെന്താണ്? ഷിജു. ഷിജു സാറിൻ്റെ ചോദ്യം എന്താണ്? ഞാൻ ഒരു സത്യം പറഞ്ഞതുകൊണ്ട് ഒരാളുടെ സത്പേര് കളങ്കപ്പെട്ടാൽ 8-ാം പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് ന്യായീകരണമുണ്ടോ? ഞാനൊരു സത്യം പറഞ്ഞതുകൊണ്ട് മറ്റൊരാളുടെ പേര് കളങ്കപ്പെട്ടാൽ അതിന് ഞാൻ ഉത്തരവാദിയാണോ? അതിന് ന്യായീകരണമുണ്ടോ? ഇതാണ് ചോദ്യം, അല്ലേ? യെസ്. അതായത് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളുടെ പേര് കളങ്കപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയാണ് സാറത് പറയുന്നത് എങ്കിൽ സാറിന് ന്യായീകരണമില്ല. അതേസമയം സാറ് പറയേണ്ട ഒരു വേദിയിൽ പറയേണ്ട വ്യക്തികളോടാണ് ആ സത്യം പറഞ്ഞത്. ഇപ്പോൾ പോലീസ് ചോദിച്ചപ്പോൾ ഒരാളെക്കുറിച്ച് കണ്ട കാര്യം സത്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ പേരിൽ ആ വ്യക്തിയുടെ സൽപ്പേര് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയരുത്. കാരണം എന്താണ്? ആ വ്യക്തിയുടെ സൽപ്പേര് നഷ്ടപ്പെട്ടത് സാറത് പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ആ വ്യക്തി ആ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ്, അല്ലേ? ഇപ്പോൾ ഒരാളെ കൊന്നു, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തം ചെയ്തു, അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റു, അയാൾ ചെയ്തൊരു ക്രിമിനൽ ഒഫൻസാണ്. ആ ക്രിമിനൽ ഒഫൻസ് എങ്ങനെയാണ് അയാളുടെ സൽപ്പേര് കളയുന്നത് എന്ന് നമുക്കറിയാം. സാറത് മറ്റൊരാളോട് പറഞ്ഞു എന്നതിൻ്റെ പേരിലല്ല അദ്ദേഹത്തിൻ്റെ സൽപ്പേര് നഷ്ടമായത്, മറിച്ച് ആ വ്യക്തി ആ പ്രവൃത്തി ചെയ്തു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സൽപ്പേര് നഷ്ടമായത്. ഇനി ഇത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട സാഹചര്യവും ഇല്ല, പറയേണ്ട ആളുകളുമല്ല. നമ്മൾ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് വിചാരിച്ചു, അത് തെറ്റായ കാര്യമാണ്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. പക്ഷേ പറയേണ്ട വേദികളിൽ പറയേണ്ട വ്യക്തികളോട് ഈ കാര്യത്തെക്കുറിച്ച് സത്യം വെളിപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ ഒരാളുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതേസമയം നമ്മൾ ആ പറയുന്നതിന് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ എന്ന് വിചാരിക്കുക, ഇയാളുടെ സൽപ്പേര് കളങ്കപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് നമ്മളത് ചെയ്യുന്നത് എങ്കിൽ അതെന്താണ്? അത് തിന്മയാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ കാണുന്നത് ഇങ്ങനെ സൽപ്പേരുകൾ കളങ്കപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയുള്ള പ്രചരണങ്ങളാണ്. മറിച്ച് ആ വ്യക്തികൾക്ക് സത്യം അറിയാമെങ്കിൽ അത് ഉത്തരവാദപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയോ നിയമജ്ഞന്മാരുടെയോ മുമ്പിൽ ആ വിഷയം എത്തിക്കുകയും ഈ വ്യക്തിയെ നിയമാനുസൃതം വിചാരണ ചെയ്യാനുള്ള വഴികൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? അതിന് പകരം ഇത്തരത്തിലുള്ള വ്യക്തിഹത്യകൾ എന്നത് ഈ ഒരു ആധുനിക പ്രതിഭാസമാണ്. അതിൽ നിന്ന് നാം വിട്ടു നിൽക്കേണ്ടത്. സാറിന് ഉത്തരം വ്യക്തമായല്ലോ, അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, എന്താണ് പേരെങ്ങനെയാണ്? ടോമിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. സത്യത്തെ വളച്ചൊടിക്കുന്നത് 8-ാമത്തെ കൽപ്പന നിരോധിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ച വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമല്ലേ? യെസ്. മാധ്യമങ്ങൾ വളച്ചൊടിച്ച വാർത്തകൾ എന്ന് പറഞ്ഞ തന്നെ ഒരു പ്രോഗ്രാമുണ്ട്. അവർക്ക് തന്നെ അറിയാം അവരിങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കുകയാണെന്ന്, അല്ലേ? അതായത് സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു കോമഡി പ്രോഗ്രാമായിട്ടായിരിക്കും ആ ചാനലിൽ അല്ല റേഡിയോയിൽ അത് ചെയ്യുന്നത്. അതിൽ തന്നെ നല്ല ആകർഷണീയമാണ്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുക. മറിച്ച് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ സത്യവിരുദ്ധമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. കാരണം നമുക്ക് ഇന്ന് കേരളത്തിൽ നിലവിലുള്ള മീഡിയകൾക്കെല്ലാം തന്നെ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള പ്രൈവറ്റ് കമ്പനികളാണ് അവ നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ചാനലുകളായിരിക്കും, അതല്ല എങ്കിൽ ഏതെങ്കിലും മതപക്ഷത്തിൻ്റെ ചായ്വുള്ള ചാനലുകളായിരിക്കും,
അതുമല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ വ്യവസായികളോ അവരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുന്നതാണ്. ദേശീയ തലത്തിൽ നോക്കിയാൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കോർപ്പറേറ്റുകൾ, വൻകിട മുതലാളിമാരാണ് മിക്കവാറും ചാനലുകളുടെ ഭൂരിപക്ഷം ഷെയറുകളും വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ വാർത്ത അവതരിപ്പിക്കുന്നതിൽ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമം കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ പണ്ടുകാലത്ത് ഈ നമ്മൾ പത്രങ്ങളിൽ ഒരു കാര്യം അച്ചടിച്ച് വന്നാൽ സത്യമായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കാലം പോയി എന്നുള്ള സത്യം ശ്രോതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം എന്താണ്, ഈ ചാനലുകളിൽ ചർച്ച അവതരിപ്പിക്കുന്നവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്, അവരുടേതായ ലക്ഷ്യമുണ്ട്, അവരുടെ കമ്പനിയുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആ ഒരു താല്പര്യം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ മിക്കവാറും ചാനലുകളിലെ അന്തിച്ചർച്ചകൾ നടക്കുന്നത് എന്നോർക്കുക. അതുകൊണ്ട് ഒരു സത്യത്തെ അവർ വളച്ചൊടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സത്യത്തോട് താല്പര്യമില്ലാത്തൊരു കാലം. ഉംബർട്ടോ എക്കോയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു തത്വചിന്തകനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്ന ഒരു പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് സത്യ അനന്തര കാലഘട്ടത്തിലാണ്. സത്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. സത്യം എന്താണെന്ന് ആർക്കും അറിയേണ്ട കാര്യവും ഇല്ല. സത്യം അറിയിക്കണമെന്നും ആർക്കും നിർബന്ധമൊന്നുമില്ല. എന്താണ് ആളുകൾക്ക് ഇമ്പകരമായത് ഏതാണ്? ഒരു പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് വലിയ താല്പര്യമില്ല. ആ പ്രശ്നം ഇങ്ങനെ വഷളായി കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതാണ് ആളുകൾക്ക് താല്പര്യം. അതുകൊണ്ട് എന്തു ചെയ്യും, ഒരു പക്ഷത്തു നിന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു ഉടനെ അത് ഖണ്ഡിക്കുന്ന വേറൊരു അഭിപ്രായം അപ്പുറത്തുനിന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കൂടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഈ മീഡിയ ഇടപെട്ട് അതിനെ ഒരു വഴക്കാക്കി മാറ്റിയെടുക്കും. അല്ലേ, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു പാർട്ടിയിലെ തന്നെ രണ്ട് നേതാക്കളായിരിക്കും, അവർ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ചോദ്യങ്ങൾക്ക് പറഞ്ഞൊരു ഉത്തരവാകാം. ആ രണ്ട് ഉത്തരങ്ങളെയും തമ്മിൽ കൂട്ടി കണക്ട് ചെയ്തുകൊണ്ട് അവതാരകൻ്റെ എരിവും പുളിയും ചേർത്ത വിശദീകരണങ്ങളൂടെ ആകുമ്പോൾ ശ്രോതാക്കൾക്ക് മുഴുവൻ മനസ്സിലാകും ഇവർ തമ്മിൽ ഭയങ്കര അടിപിടിയാണ്. ഇത് കേൾക്കുന്ന അവൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ച ആദ്യത്തെ നേതാവ് ഇനി അതേ കയറി പിടിച്ച് വേറെ എന്തെങ്കിലും പറയാൻ നിർബന്ധിതനായിത്തീരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിൽ സംഭവിച്ച അപകടത്തെക്കുറിച്ച് ഈ ഉംബർട്ടോ എക്കോയുടെ നിലപാട് ഞാൻ പലപ്പോഴും സത്യമാണെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ. അതായത് വി ആർ ലിവിങ് ഇൻ എ പോസ്റ്റ് ട്രൂത്ത് ഇറ. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു സത്യ അനന്തര കാലഘട്ടത്തിലാണ്. സത്യത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പം സത്യം ആർക്കും അറിയേണ്ട കാര്യവുമില്ല. മറിച്ച് നമ്മൾ എന്ത് വിപണനം ചെയ്താലാണോ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം, ആ ഇഷ്ടം നമ്മൾ പ്രചരിപ്പിക്കുക. ഉദാഹരണം, ഇപ്പോൾ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിൽ സിസ്റ്റേഴ്സ് എത്രയോ നന്മ പ്രവൃത്തികൾ ചെയ്യും. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ അവർ, ആരാരുമില്ലാത്ത കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്നു. അവർ ആരാരുമില്ലാത്ത എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഇതൊന്നും വാർത്തയാക്കുന്നതിൽ വലിയ കാര്യമില്ല. അതേസമയം ഏതെങ്കിലും സിസ്റ്റർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായമോ വിമത ശബ്ദമോ ഉണ്ട് എങ്കിൽ അതിന് വലിയ വാർത്തയാണ്. സിസ്റ്റേഴ്സ് നന്മ ചെയ്യുന്നു എന്ന് പറയുന്ന വാർത്തയല്ല. സിസ്റ്റേഴ്സ് വിമത ശബ്ദം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ അത് വാർത്തയാണ്. 99.9% അച്ഛന്മാരും വിശുദ്ധരായി ജീവിക്കുന്നതിൽ വാർത്തയൊന്നുമില്ല. എവിടെയോ ഒരച്ഛന് കാലിടറിയെന്ന ഒരു ശ്രുതി കേട്ടാൽ അത് ഉത്സവം പോലെ ആഘോഷിക്കപ്പെടുന്നു. അതിനെയാണ് സത്യ അനന്തര കാലഘട്ടം എന്ന് പറയുക. അതുകൊണ്ട് സത്യത്തെ, ഉള്ള സത്യത്തെ അല്പം വളച്ച് ഒടിക്കുകയൊന്നും അല്ല ചെയ്യുന്നു. സത്യം ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈശോയോട്, എന്താണ് സത്യം? പക്ഷേ അവൻ അതിൻ്റെ മറുപടിക്ക് വേണ്ടി പോലും നിന്നില്ല. സത്യം എന്തു ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് അത് വിഷയമല്ല. എനിക്ക് എൻ്റെ കസേര സംരക്ഷിക്കണം. അതിന് നിന്നെ കൊലയ്ക്ക് കൊടുത്തിട്ടാണേലും ഞാനത് ചെയ്തിരിക്കും. അതാണ് പീലാത്തോസ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്താണ് സത്യം? അവൻ ഈശോയുടെ മറുപടി കേൾക്കാൻ പോലും നിൽക്കുന്നില്ല.
ചോദ്യം കഴിഞ്ഞ ശേഷം അവൻ പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു എന്നാണ് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ ഈ സത്യാനന്തര കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ ആത്യന്തികമായി എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങളെ വലിച്ചു കീറിക്കളഞ്ഞു, എത്രയോ കുടുംബങ്ങളെ താറുമാറാക്കി, എത്രയോ നന്മയുടെ മുഖങ്ങളിൽ ചെളിവാരി എറിഞ്ഞു. ഇതൊക്കെയും തിരിച്ചറിയുമ്പോഴാണ് പലപ്പോഴും നന്മയുടെയും സത്യത്തിൻ്റെയും പ്രവാചക ശബ്ദമാകേണ്ട മാധ്യമങ്ങൾ പൈങ്കിളി ഈ വാർത്തകളുടെയും ഇക്കിളിപ്പെടുത്തുന്ന വിവരണങ്ങളുടെയും പിന്നാലെ പോയി എവിടം വരെ എത്തി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സത്യമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 10 കൽപ്പനകളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം TV-യുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും തങ്ങളുടെ നല്ല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.